നാട്ടിൽ മുഴുവൻ പാമ്പിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് നമുക്കും ഇവിടെ പാമ്പ് ഏത് നിമിഷം വന്ന് കിടക്കാം. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ചെടികളൊക്കെ മാറ്റുകയും കുറച്ച് വെട്ടി ഒതുക്കുകയൊക്കെ ചെയ്യണം. അപ്പോൾ എപ്പോഴും നനക്കാൻ വന്ന് കൈയിട്ട് ഞാൻ അതിലൊക്കെ കൈയിടുന്നതാണ്. ഇപ്പോൾ അതിലൊക്കെ വല്ലതും വന്ന് കിടക്കണ്ട. അപ്പോൾ അതൊന്ന് പരിശോധിച്ച് മൊത്തത്തിലൊന്ന് നീറ്റാക്കണം. ഇതിലൊക്കെ തണുപ്പ് ഇപ്പോൾ മഴയും കൂടെ പെയ്താലൊക്കെ ചെറിയ അണലിക്കുഞ്ഞ് ഇടമാറിയില്ല. അടുത്ത ദിവസം കണ്ടതാണ് ഇതിൻ്റെ അടുത്തൊരു അണലിക്കുഞ്ഞ്. അതെങ്ങനെ കിടപ്പുണ്ടെങ്കിൽ ഇത് വെട്ടണം. ഇവിടെ കിട്ടില്ലേ കുറച്ചൊരു സൈഡ് താഴോട്ടുള്ള ഒതുക്കുക. താഴെയുള്ള ഭാഗം എന്തായാലും കൊടുക്കുക. ഇവിടെ കൈ കൊണ്ട് വരുമ്പോഴേ എപ്പോഴും പേടിയാണ്. ഉണ്ടോ എനിക്ക് പെയ്യാൻ പേടിയുണ്ട്. ശക്തിയുണ്ട്. എനിക്ക് തവള കിടക്കണം. ഈ തവളനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അടുപ്പിച്ച് കാണിച്ചേ. ഈ തവളനെ പിടിക്കാൻ വേണ്ടി പാമ്പ് വരും. അപ്പോൾ എന്തായാലും ഈ ഭാഗത്തൊക്കെ പാമ്പിനെ നമ്മൾ പ്രതീക്ഷിക്കാം. ഇതിലുണ്ടാവോ? ചെടിയുടെ പയ്യും പറഞ്ഞാനൊക്കെ വെച്ച് കൊടുത്താൽ കിട്ടുന്ന പയ്യെ ഇതില നമുക്ക് ഈ ചെടി എന്നോട് മാറ്റാം. ഉണ്ടാവില്ല. ഈ ചെടി ഒന്ന് കാണിച്ചു കൊടുത്തേക്ക്. നമ്മുടെ പായൽ ഫേൺ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എടുത്ത് കാണിച്ചു കൊടുത്തു. ഇങ്ങനെ നന്നായിട്ട് വളർന്നു വരും. നല്ല ഭംഗിയാണ്. ഇത് തെക്കിനൊക്കെ കാണുമ്പോഴേ കൂടുതൽ ഇഷ്ടമില്ല. തണുപ്പ് കാരണം നമ്മൾ വിട്ട് വെക്കാം. വിട്ട് ചെടികൾ അകത്തേക്ക് വെക്കാം. നിങ്ങൾക്ക് കിടക്കാൻ പേടിയാണ്. എല്ലാം കിടക്കണ്ടോ വെച്ച് വളമൊക്കെ കുറഞ്ഞിട്ടോ. പിന്നെ ഒന്ന് എടുത്ത് കളയാം. കുറേ ചൂടായിരുന്നു.
നമുക്ക് അപ്പുറമുണ്ട്, അപ്പുറം വെച്ചേക്കാം, ചെടിയും വൃത്തിയാക്കണം. വൃത്തിയിട്ട് അത് ഒരു കണ്ടെടുത്ത് കളയാം. ക്യാമറാമാൻ റെസ്റ്റ് എടുത്ത സമയം നോക്കിയിട്ട് ഞാൻ ചെടികളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ച്. ഇനിയുണ്ട് അപ്പുറം വേറെ, അത് ശരിയാക്കാനുള്ളതാണ്. ഇവിടെ കുറേ കാടായിട്ട് വെക്കണത്, നമുക്ക് ഇവിടെയും വെട്ടി ഒതുക്കണം. ഇവിടെ പാമ്പുണ്ടാവും, പാമ്പ് ഉണ്ടാവാറുണ്ട്, അതുകൊണ്ടൊരു കരുതൽ. ഇനിയിപ്പോൾ നന്നായിട്ട് വളർന്നേക്കല്ലേ, കുറച്ച് വെട്ടി മാറ്റണം. നമുക്കൊരു പണി ഇത് കണ്ട് കുറച്ച് തന്നെ കളയാം, കടോടുകൂടി കളയാം. പിന്നെ വേണമെങ്കിൽ തന്നെ മുളക്കണമെങ്കിൽ ചെറുത് വരട്ടെ. ചത്തോട്ടായിട്ട് കട അത്രയും വലിപ്പുണ്ട്. അത് മാത്രം ഉഷാറായിട്ട് അതിന് മാത്രം മുളക് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് എല്ലുകൂടി ചാണകം ഇട്ട് കൊടുത്താൽ സൂപ്പറാവും. അങ്ങനെ നോക്കണോണ്ടാണ് ഇത്. കൈടാൻ ശരിക്കും പേടിയും കിട്ടുള്ളൂ. അത് മാത്രം നിന്ന് വളർത്തും. ഒറ്ററവാണ്ട വെയിലന്വേഷിച്ച്, ആവശ്യത്തിന് വെയിലന്വേഷിച്ച് വന്നോളൂ. അത് ഇത്രയും നിന്നാൽ മതി. ഇതൊന്ന് ക്ലീൻ ചെയ്യട്ടെ, കുറച്ച് വെള്ളം അതിന് കിട്ടല്ലേ. നോക്കട്ടെ, ഉണ്ടോ എല്ലുപൊടിയും ചാണകം ഇട്ട് കൊടുത്തോണ്ട് ഉഷാറാവണുണ്ടോ? അതിലൂടെ ഭംഗിയുണ്ടോ? കൊണ്ടുവന്ന് നോക്കുമ്പോൾ ഇത് കൊണ്ടുവന്ന് നോക്കുമ്പോൾ ആദ്യം ഈ കോലത്തിലാണ്. ഇതുപോലെ ഔഷധം ഇത് കൊണ്ടുവന്ന് വെച്ചിട്ട് എല്ലുപൊടിയും ചാണകം ഇട്ട് കൊടുക്കും, നനച്ചും കൊടുക്കും. അതുകൊണ്ടാണ്. പിന്നെ പ്രത്യേകിച്ച് കൽപ്പൊടി ഉണ്ട് അവിടെ. പിന്നെ ഇത്രയും സൂപ്പറായിട്ട് വരുന്നത്. വളമുള്ളതല്ലേ, ഇവിടെ മൊത്തം കളയണ്ട. ഇതുപോലെ വരും, ഈ ഇല പോലെ വരും. നമ്മളുടെ വ്യത്യാസം കണ്ടോ? വളമുള്ളതും വളമില്ലാത്ത എല്ലാം ചെടിക്കൊട്ടി വളമുള്ളതന്നെ. ഇതൊന്നും കണ്ടുകൊണ്ടിട്ടല്ല കേട്ട്. ഇനി നമുക്ക് ഇവിടെയും കൂടെ വൃത്തിയാക്കാം. ഇവിടെയും ഏത് നിമിഷം പേരേക്ക് പാമ്പ് കയറുമെന്ന് മേടിച്ചിട്ടാണ് കഴിഞ്ഞു വിടുന്നത്. ഇതിൽ കുറച്ച് കച്ചറ ചെടികൾ
നിലത്ത് പരന്ന് കിടക്കുന്ന ചെടികൾ എല്ലാം നമുക്ക് എടുത്ത് മാറ്റാം. പൊന്തിപ്പോണത് പോട്ടെ, അടി ഇങ്ങനെ കിടക്കുന്ന ചെടികൾ എന്തായാലും മാറ്റിയാൽ മതിയാവും. അത് തുടങ്ങാം. തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ. ഈ ചട്ടിയിൽ വെച്ചാൽ മതി, ഇവിടെ കിടക്കണ്ട. ഇതൊക്കെ ഒന്ന് കമ്പ് നോക്കിയിട്ട് എല്ലാം കിടക്കണ്ടോ എനിക്ക് വന്നു. ചെടിയിലൊക്കെ എല്ലാം കിടന്നാലേ കാണില്ല ഇങ്ങോട്ടൊന്നും പറഞ്ഞു. പപ്പായ പാവാനിട്ടേക്കാണ് വളം ഇട്ടിട്ടുണ്ടടി. പപ്പായ കളിക്കണ്ട, അത് ഈ പൂവിനും ഭംഗിയുള്ളതുകൊണ്ട് അതവിടെ നോക്കട്ടെ. ശരി, പിന്നെ ഇവിടെ നോക്കാം. ഇതാ സെറ്റാക്കി വെച്ച് കൈയിടാൻ നല്ല പേടിയുണ്ടല്ലോ. ഇത് പറിച്ച് കളഞ്ഞേക്കാം. ഇതും പറിക്കാം. നമ്മൾ ഏറ്റുമ്പോൾ വെച്ച് ഇവിടെയാണ് ഇവിടെ. ഇതിനെ കളയാല്ലേ? എന്തെങ്കിലും പൊക്കമുള്ള കേസ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ വെച്ചെടുക്കാം. എടുക്കട്ടെ, കുറേ കഷ്ടപ്പെട്ട് പിടിപ്പിക്കുന്നതിന്. ഇത് ഒരൊറ്റ ചട്ടിയിൽ വെച്ച് വെക്കാനേ ഉള്ളൂ. കുറേ ഇങ്ങനെ വളർന്ന ഒരു അതിര് തിരിച്ചൊക്കെ ഭംഗിയിലൊക്കെ വെക്കണ കാണാം ആൾക്കാർ. ഇവിടെ ഒന്നോട്ടെ, പിന്നെ വലിയ ശല്യമില്ലാത്തല്ലേ. കാണാം, ഒരു കുഴപ്പമില്ലാന്നുണ്ടല്ലേ. നമ്മുടെ പുല്ല് വെറും പുല്ലല്ല. എന്താ എത്ര ഫാസ്റ്റായിട്ട് വളർന്നേ നോക്കിയേ. ഇതുണ്ടോ, പുല്ല് വെറും പുല്ലല്ല, വേരുമ്പൊന്ന് പൊട്ടിണ്ടാവണുണ്ടോ. ഇത് ശല്യമില്ലാത്ത ചെടിയാണിത്, കാണാനും ഭംഗി. ഇത് പൊന്തി വരും, പെട്ടെന്ന് പെട്ടെന്ന് വലുതാവും. ഇതൊക്കെ മാറ്റാം. ഇത് നമ്മൾ പായലിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. പന്നൽ ചെടികൾ ചട്ടിയിൽ വളർത്താമെന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ സാധനമാണത്. ഇതൊക്കെ നമുക്ക് കൊടുത്ത് മാറ്റാം. ഇനി ഇത് കളഞ്ഞേക്കണോ? അതൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ഇതൊന്നും കിടക്കണ്ട നോക്കട്ടെ. എല്ലാം കുഴിഞ്ഞിടന്നിട്ട് പേടിയാണ്. കുഴപ്പമില്ലല്ലേ, പെട്ടെന്നൊന്നും കയറില്ല. തെളിഞ്ഞ് വേണമല്ലോ ഇപ്പം. ഇന്നിവിടെ വെള്ളം ഒഴിച്ചൊന്ന് കഴിയാം.
ഉണ്ടോ നമ്മുടെ അവക്കാടോ അതോട്ട് ഇരുന്നോട്ടെ. അവക്കാടോ വിത്ത് ഒഴിച്ചിട്ടിട്ട് മുളകരണോണ്ടോ ഇരുന്നോട്ടെ. ഇതിപ്പോൾ മിനിയാന്നാണ് ഇതിൻ്റെ കൂമ്പെടുത്തായിട്ട് ചെറുതായിട്ട് പൊടിപ്പ് വന്ന് കണ്ട്. ഇനിയിപ്പോൾ ഇന്ന് ഇത്രയായി, നാളെ മറ്റാകുമ്പോഴത്തേക്ക് ഇത് വലിയ ചെടിയായി പൊന്തും. അത്ര ഫാസ്റ്റായിട്ട് അവക്കാടോ വിത്ത് മുളക്കും. പക്ഷേ വിത്ത് മുളക്കാൻ ഇത്തിരി സമയം എടുക്കും. മുളച്ച് കഴിഞ്ഞാൽ ചെടി വലുതാവാൻ പണിയില്ല. ഇട്ടിരുന്നോട്ടെ മതിയോ?